ാകണം, ഭയപ്പെടണം, പൊട്ടിക്കരയണം, മുസല്ലയിൽ കണ്ണീരൊഴുക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് തരട്ടെ. ബഹുമാനപ്പെട്ട റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം നടന്നു പോകുമ്പോ ഒരു മലഞ്ചെരുവിന്റെ ഭാഗത്ത് ഒരു വെള്ള തലയോട്ടി കിടക്കുകയാണ്. റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാം തന്റെ വലത്തെ കാലുകൊണ്ടൊന്ന് തട്ടി, അത് ഉരുണ്ടുപോയി. ഈസാ നബി അലൈഹിസ്സലാം അതെടുത്തു. വൈദൻ ഹുവ ജംസമത്തുൻ ബൈദാ, ഒരു വെള്ള തലയോട്ടിയാണ്. ഈസാ നബി അലൈഹിസ്സലാം അതെടുത്ത് നോക്കിയപ്പോ ഏതായാലും മരിച്ചുപോയ മനുഷ്യന്റെ ശരീരത്തിൽ നിന്നും ഒരുമ്പി ഒരുപാട് കൊല്ലം കബറിന്റെ അകത്ത് കിടന്നിട്ട് അവസാനം എങ്ങനെയോ പുറത്തു വന്നുപോയ ഒരു തലയോട്ടിയാണ്. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അതെടുത്ത് വെച്ചിട്ട് രാജാതിരാജനായ പടച്ചവനോട് പറഞ്ഞ, യാ റബ്ബി ഈദൻ ലിഹാദൽ ജംജമത്തി അൻ തുകല്ലിമനി ബിലിസാനിൻ ഹയ്യി വതുഖ്ബറനി മാദാ ലഖീതു മിനൽ അദാബ് വകമത അലൈഹാ മുൻദു മാത്തത്. ബഹുമാനപ്പെട്ട റൂഹുല്ലാഹി ഈസാ നബി അല്ലാഹുവിനോട് പറയുന്നു, അല്ലാഹുവേ നീ കഴിവുള്ളവനാ, എന്റെ ഒരുപാട് ആഗ്രഹം നടത്തി തന്നവനാ, ഞാൻ പറഞ്ഞു പോയപ്പോഴെല്ലാം മരിച്ചുപോയവരെ കബറിന്റെ അകത്ത് നിന്ന് പുറത്തു കൊണ്ടുവന്നവനാ. അതുകൊണ്ട് ഈ വെള്ളത്തലയോട്ടിയുണ്ടല്ലോ, തമ്പുരാനെ, അന്തുകല്ലിമനി ബിലിസാനിൻ ഹയ്യ്, അതേ ജീവനുള്ള നാവോടുകൂടി ആ തലയോട്ടി എന്നോടൊന്ന് സംസാരിക്കട്ടെ അല്ലാഹ്. ജീവനുള്ള നാവോടുകൂടി ആ തലയോട്ടി എന്നോടൊന്ന് സംസാരിക്കട്ടെ അല്ലാഹ്. അല്ലാഹു പടച്ചതമ്പുരാൻ ഈസാ നബി അലൈഹിസ്സലാമിന്റെ അഭ്യർത്ഥനയെ മാനിച്ചുകൊണ്ട് അല്ലാഹു പറയുന്നു, നബിയേ ആകാശലോകത്തിൽ നിന്നൊരു വിളിയാളം മുടങ്ങി കേൾക്കുകയാ. ഈസാ നബിയെ സൽഹാ ഫഇന്നഹാ സതുഖ്ബിറുക. ഈസാ നബിയെ ആ തലയോട്ടിയോട് നിങ്ങളൊന്ന് ചോദിക്കൂ നബിയെ, ആ തലയോട്ടിയോട് ചോദിക്കൂ നബിയെ, ആ തലയോട്ടി നിങ്ങളോ ആവശ്യപ്പെടുന്നത് വിശദീകരിച്ചു തരും നബിയെ. ഈസാ നബി 2 റക്അത്ത് നമസ്കരിക്കുകയാ. തലയോട്ടി സംസാരിക്കാൻ പോകുന്ന മേലാറ്റൂരിലെ ഉമ്മ, മരിച്ച ഒരുപാട് കൊല്ലങ്ങളോളം കബറിൽ കിടന്ന തലയോട്ടി ഈസാ നബി അല്ലാഹുവിനോട് പറഞ്ഞതുകൊണ്ട് ഇതാ സംസാരിക്കാൻ പോകുന്നു. ജീവനുള്ള മനുഷ്യന്റെ നാവുകൊണ്ട് സംസാരിക്കുന്ന പോലെ സംസാരിക്കാൻ പോവാ. ഈസാ നബി 2 റക്അത്ത് നമസ്കരിക്കുകയാ. സുമ്മദനാമിൻഹു, പിന്നെ തലയോട്ടിയുടെ അടുത്തേക്ക് വന്നിരിക്കുകയാ. ഫവദഅ യദഹു അലൈഹാ ഈസാ നബി തന്റെ കയ്യേറാ തലയോട്ടിയുടെ മുകൾ ഭാഗത്ത് വെക്കുകയാ. എന്നിട്ടോ വഖാല ബിസ്മില്ലാഹ് വബില്ലാഹ് എന്ന് പറയുകയാണ്. ആ സമയത്ത് തലച്ചോറിൽ നാവ് വരികയാ. ആ തലച്ചോറ് സലാം പറയുക ഈസാ നബിയോട്. ആ തലച്ചോറ് സംസാരിക്കാൻ പോവുകയാ. ഈസാ നബി ചോദിക്കുകയാ, മേലാറ്റൂര് വന്നവര് ഇന്ന് അവസാനിപ്പിക്കുക, എല്ലാ തെമ്മാടിത്തരങ്ങൾക്കും ഇന്ന് പര്യവസാനം കുറിക്കുക. ഏത് സുന്ദരിയായ പെണ്ണിന്റെ നഗ്നമേനയാണ് ചെറുപ്പക്കാരന്റെ മൊബൈലിന്റെ ഉള്ളറയിലൂടെ വന്നത്, അത് കണ്ടവരൊക്കെ കൊണ്ടുപോയി ആസ്വദിക്കട്ടെ. പക്ഷെ മുസ്ലിം ചെറുപ്പക്കാരാ നമുക്ക് വേണ്ടതാ, മുസ്ലിം ചെറുപ്പക്കാരാ നമുക്ക് വേണ്ട. എല്ലാം വിരോധി ചെയ്ത് കളയുക, എല്ലാം ഒഴിവാക്കി വെക്കുക. ഈ രാത്രി അങ്ങ് മരിച്ചാൽ ആരംഭ റസൂലിനെ കണ്ട് മരിക്കുന്ന സ്വർഗത്തിന്റെ സുന്ദരമായ സുഖമാസ്വദിക്കുന്ന ആത്മീയ പ്രകാശം പരത്തുന്ന മയ്യത്താകാൻ എന്റെ സഹോദര മനസ്സുകൊണ്ട് കൊതിക്കുക. ഇതൊരു നല്ല സരസാണ്. ഈ സരസിൽ വന്നവരോട് പറയുകയാ, ആളുകൂടിയ മജ്‌ലിസിൽ അല്ലാഹുവിന് സ്നേഹം കൂടുതലോ, ഇവിടെ ഇന്ന് തീരുമാനിക്കുന്നവരോട് അല്ലാഹുവിന് മഹബത്ത് കൂടുതലാ, ഇവിടെ ഇന്ന് ദുആ ചെയ്യുന്നവരോട് അല്ലാഹുവിന് താല്പര്യം കൂടുതലാ. ഇത്രയും ജനസാഗരം ഈ മേലാറ്റൂര് സ്റ്റേഡിയത്തിൽ പഠിച്ചുകൂടിയെങ്കിൽ നിങ്ങൾ തീരുമാനിക്കുന്ന തീരുമാനത്തിന് ആയിരക്കണക്കിന് മലക്കുകൾ ഒപ്പുവെക്കുകയാ. ഒന്ന് ചിന്തിച്ചുകൂടെ ചെറുപ്പക്കാരാ, ഒന്ന് കഴുകി വെളുപ്പിച്ചുകൂടെ ചെറുപ്പക്കാരാ. ഇനിയെങ്കിലും ഒരു നല്ല ജീവിതം നിനക്ക് തിരഞ്ഞെടുത്തോടെ. ഇനി പലിശ വേണ്ട, ഇനി കാമുക വേണ്ട, ഇനി ഹറാമ് വേണ്ട, ഇനി ബന്ധങ്ങളിലൊക്കെ സൂക്ഷ്മത പുലർത്തുന്ന ഇടപാടുമൊക്കെ കൃത്രിമത്വമില്ലാത്ത ഏറ്റവും നല്ല ഈമാനിന്റെ ആദർശത്തിന്റെ ശുദ്ധിയുടെ രാജകുമാരനാകാ. എന്റെ മലബാറിന്റെ തീരത്തെ ചെറുപ്പക്കാരാ, ഒന്ന് മനസ്സുവെക്ക് പൊന്നുമോന്. എന്നിട്ട് ചുരുങ്ങിയ കാലം കൊണ്ടല്ലാ
അള്ളാഹുവിന്റെ ഏറ്റവും വലിയ പൊരുത്തം കിട്ടുന്ന ഒരു യുവത്വമാകാൻ, ഒരു യുവാവാകാൻ എന്റെ സഹോദരങ്ങളും മനസ്സ് വെക്കുക. കൊതിച്ചുകൊണ്ട് പറയുകയാ, ആവേശത്തോടെ ഇവരിതിന്റെ ശബ്ദം ശ്രവിക്കാൻ 7 മണിയാകുമ്പോ 2 വീലറിലും 4 വീലറിലും ഒക്കെയായി സ്റ്റേഡിയവും ഗ്രൗണ്ടൊക്കെ നിറഞ്ഞുകയാ. ആവേശത്തിൽ വരുന്ന മലബാറിന്റെ ചെറുപ്പക്കാരോട് പറയുകയാ, കുഞ്ഞുപോര് ഈ പരിചയം മഹാവിപത്തിനെ കുറിച്ച് നിനക്കിതാ പറഞ്ഞു തന്നില്ല ആരെങ്കിൽ അള്ളാന്റെ മുമ്പിൽ എന്നെ ചോദ്യം ചെയ്യപ്പെടുമ്പോൾ കഴിഞ്ഞ ഡിസംബർ 31 മദ്യം ഈ അടിമത്തം എന്തെറിയുന്ന വിഷയം കേട്ടപ്പോ അൽഹംദുലില്ലാ 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 സർട്ടിഫിക്കറ്റ് അടിക്കാറില്ല, പത്രത്തിൽ പരസ്യം ചെയ്യാറില്ല, ജനങ്ങളുടെ സമ്മതി നേടാറില്ല. ഏതെങ്കിലും ഒരു ചെറുപ്പക്കാർ ഇനി മരിക്കുന്നത് വരെ ആ നശിച്ച ഭാര്യയല്ല കൈകൊണ്ട് തൊടില്ലോ എന്ന ഒരു തീരുമാനമെടുത്തു പോയാൽ അൽഹംദുലില്ലാ. അതാണ് എന്റെ പ്രിയപ്പെട്ടവർ ഈ സമുദായത്തിന് പ്രഭാഷകന്മാരിലൂടെ കിട്ടുന്ന ഏറ്റവും വലിയ നേട്ടമെന്ന് പറയുന്നു. അല്ലാതെ സമ്പന്ന വർഗത്തിന്റെ ബിസിനസ് സാമ്രാജ്യത്തിൽ കൈയിട്ട് വാരുന്ന അനാവശ്യമായ ബന്ധങ്ങളല്ല. പ്രസംഗത്തിലൂടെ കിട്ടുന്ന ബന്ധങ്ങൾ സ്വത്ത് വിളപ്പാൻ വേണ്ടി ഉപയോഗപ്പെടുത്താറില്ല. എനിക്ക് നിങ്ങളെ മതി ഏലാചൂലന്റെ മുമ്പാൻ നിൽക്കുന്ന പാവപ്പെട്ട ചെറുപ്പക്കാരോ, ഇനി ഞാൻ പലിശ വാങ്ങൂല എന്ന് നീ തീരുമാനിച്ചോ, എത്ര ബുദ്ധിമുട്ടുകളാ അല്ലാഹു നിനക്ക് മാറ്റിത്തരുന്നതെന്നറിയോ, എത്ര കഷ്ടപ്പാടുകളാ പൊന്നുമോളെ പടച്ചോ നിനക്ക് മാറ്റിത്തരുന്നതെന്നറിയോ. ഇനിയെങ്കിലും ഒന്ന് പേടിക്കുമോള്, ഈ ചരിത്രത്തിലൂടെ നിന്റെ മനസ്സൊന്ന് ഭയപ്പെടട്ടെ പൊന്നുമോള്. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ തലയോട്ടിയോട് സംസാരിക്കുകയാണ്, ആ തലയോട്ടിയോട് സംസാരിക്കുകയാണ്. നിന്റെ റൂഹ് അസ്റായീൽ പിടിച്ചതെങ്ങനെയാണ്? നിന്റെ റൂഹ് അസ്റായീൽ പിടിച്ചതെങ്ങനെയാണ്? തലയോട്ടി ഈസാ നബിയോട് പറയും, നിനക്ക് പേടിയാവുകയാണ്, അത് പറയാൻ എനിക്ക് പേടിയാവുകയാണ്. മേലാറ്റൂരിൽ വന്നവര് ന്യൂഡൽഹി എന്ന് പറയുന്ന സ്ഥലത്ത് ആ മ്യൂസിയത്തിന്റെ വനാന്തരത്തിന്റെ കത്തളത്തൊരു വെള്ളക്കടുവയുടെ മുന്നിൽ അറിയാതെ അബദ്ധത്തിൽ വീണുപോലെ ചെറുപ്പക്കാരന്റെ കഥ യൂട്യൂബിലൂടെ കണ്ടവരല്ലേ നിങ്ങള്? അവൻ മുകൾ ഭാഗത്തിരുന്ന് ഫോട്ടോ എടുത്തുകൊണ്ടിരുന്നവനാ, അവൻ മുകൾ ഭാഗത്തിരുന്ന് പിക്ചർ എടുത്തുകൊണ്ടിരുന്നവനാ. അറിയാതെ കാലൊന്ന് വെടിഞ്ഞു പോയപ്പോ അവൻ ആ വലിയ മതിൽക്കെട്ടിന്റെ മുകൾ ഭാഗത്തിരുന്ന് ഈ കടുവ നിലവുകൾ വന്ന കടുവ വളർന്നു വരുന്ന വനത്തിലേക്ക് വന്ന് വീഴുകയാണ്. കടുവയുടെ മുമ്പിലാകിപ്പോയി മൊബൈൽ ദൂരേക്ക് തെറിച്ചുപോയി. ഈ മതിൽക്കെട്ടിന്റെ മുകൾ ഭാഗത്ത് 100 കണക്കിന് ആളുകൾ നോക്കി നിൽക്കുന്നുണ്ട്. അവർക്കൊന്നും ചെയ്യാൻ പറ്റൂല. ഒരു 4 മനുഷ്യന്റെ വലിപ്പമുള്ള ഈ കടുവയുടെ മുന്നിൽ വീണ് പിടയ്ക്കുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാർ അവനിങ്ങനെ കൈകൂപ്പി നിൽക്കുകയാണ്. കടുവ അവന്റെ മുമ്പിലേക്ക് വരികയാണ്, 2 കണ്ണുകൾ പുറത്തേക്ക് വരികയാണ്. ആ കടുവ അവന്റെ മുമ്പിലേക്ക് വന്ന് അവന്റെ തൊട്ടടുത്തേക്ക് വാ തുറന്നുകൊണ്ട് വരുമ്പോ അവനങ്ങനെ കൈകൂപ്പുകയാണ്. എന്നെ ഒന്നും ചെയ്യല്ലേ, എന്റെ ഭാര്യ, എന്റെ മക്കൾ, എന്റെ കുടുംബം എന്ന് പറഞ്ഞ് അവന് കൈകൂപ്പി പൊട്ടിക്കറിയുമ്പോ എന്റെ മേലാറ്റൂര് വന്നിരിക്കുന്ന ചെറുപ്പക്കാരാ, ആ മേലാറ്റൂര് വന്നിരിക്കുന്ന പെങ്ങള്, ആ വെള്ളക്കടുവ ഒരു കുഞ്ഞിനെ കടിക്കുന്ന ലാഘവത്തോട് ആ ചെറുപ്പക്കാരന്റെ കടുത്തിങ്ങനെ കടിച്ചെടുക്കുമ്പോ പമ്പ് പൊട്ടുന്നത് പോലെ രക്തം പമ്പ് ചെയ്ത് ചീറ്റി ഒഴുകുമ്പോ ആ മനുഷ്യന്റെ ശരീരം കടിച്ചെടുത്ത് കടുവ തന്റെ കൂട്ടിലേക്ക് കൊണ്ടുപോകുമ്പോ ആ മനുഷ്യൻ കിടന്ന് കൈകാലിട്ടടിച്ചില്ലേ, അവൻ കിടന്ന് നിലവിളിച്ചില്ലേ, അവൻ കിടന്ന് പൊട്ടിക്കരഞ്ഞില്ലേ. ഇത്രയും ജനങ്ങൾ നോക്കിക്കൊണ്ടിരുന്നിട്ട് വല്ലതും ചെയ്യാൻ പറ്റിയോ? എന്നാലും എന്റെ സഹോദരാ, ഇതുപോലെ 1 കോടി കടുവയുടെ കണ്ണിന്റെ ശക്തിയുമായി നീ ഒറ്റയ്ക്ക് മാത്രം കാണുന്ന ഒരു ഭയാനകരമായ രംഗമാണ് ഖാബുൽ അർവാഹ് മലക്ക് അസ്റായീൽ. ഒറ്റയ്ക്കേ ഉള്ളൂ, ആരും കൂടെയില്ല, ആരും സഹായത്തിനില്ല, ആരും സംരക്ഷിക്കാനില്ല. ഉമ്മ അടുത്തുണ്ട്, പക്ഷേ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. വാപ്പ അടുത്തുണ്ട്, ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. മക്കളടുത്തുണ്ട്, ആർക്കും ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. കിടന്ന് പിടയ്ക്കുകയോ ആ രീതിയിൽ അസ്റായീൽ വരുമ്പോ പേടിയില്ലേ ചെറുപ്പക്കാരോ, ഇന്ന് തന്നെ മരിക്കുന്നത് വരെ പലിശയുമായി ഇനി ഞാൻ ബന്ധപ്പെടൂല അല്ലോ, ഇനി ഞാൻ സ്വർണം പണയം വെക്കൂല അല്ലോ. തീരുമാനിക്കും മുസ്ലിമേ, പലിശ വാങ്ങിയിട്ട് പലിശ കൊടുത്തിട്ട് കുംഭ വീർപ്പിച്ച് കുംഭകർണനായി കുബേരന്റെ കിരീടം വെച്ച് മലബാറിലെ കേരളത്തിന്റെ തീരത്ത് ജീവിക്കുന്ന പാവപ്പെട്ടവന്റെ ചോര ഊറ്റി കുടിച്ചവര് നിന്റെ മുമ്പിലും വരുന്നത് അസ്റായീല. ഈ തലയോട്ടി പറയുന്ന നബിയേ, ഒരു ചെറിയ റൂമിനെ നിങ്ങൾ സങ്കല്പിക്കുക. ആ റൂമിന്റെ അകത്ത് പെട്രോളൊഴിച്ച് തീ കത്തിക്കുന്നത് പോലെ ആ റൂമിന്റെ അകത്ത് തീ കത്തുകയാ. ഒരു ചെറിയ റൂമിന്റെ അകത്ത് ഞാൻ മാത്രം കിടക്കുകയാ. ശ്വാസം പോലും പുറത്തു
പോകാത്ത റൂം, അതിന്റെ അകത്ത് തീ ഇങ്ങനെ ആളിപ്പടരുകയാ. ആ റൂമിന്റെ അകത്തിൽ നിന്ന് പുറത്തിറങ്ങാൻ വെപ്രാളപ്പെടുന്ന മനുഷ്യന്റെ വെപ്രാളമുണ്ടല്ലോ, ആ വെപ്രാളമാണ് ഒരു ചെറിയ കുളിപ്പുരയിൽ കിടന്ന ഒരു മനുഷ്യന്റെ അവസ്ഥയാ. അതിന്റെ അടിഭാഗത്ത് നിന്ന് ചൂടിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാ. പുറത്തിറങ്ങാൻ കഴിയാതെ അതിന്റെ അകത്ത് കിടന്ന് കൈകാല് കടിക്കുമ്പോ ആ ഒരവസ്ഥയായി എനിക്ക് മരിക്കുന്ന സമയത്ത് മലക്കിൽ മൂത്ത് അസ്രായിലിന്റെ മുമ്പിലേക്ക് വന്ന് നബിയേ അസ്രായിലിന്റെ കൂടെ അസ്രായിനെ സഹായിക്കാനുള്ള കുറെ മലക്കുകൾ വന്നു. പട്ടികളുടെ മുഖം പോലെയാണ് എനിക്ക് തോന്നിയത്, നാലുകളുടെ മുഖം പോലെയാണ് എനിക്ക് തോന്നിയത്. നീലക്കണ്ണുകളാ, തീ തുപ്പുന്ന ദോരങ്ങളാ, കണ്ണിലൂടെ വായിലൂടെ മൂക്കിലൂടെ തീ വരികയാ. ഞാനൊറ്റക്കേ ഉള്ളൂ, എന്റെ മക്കളും എന്റെ കുടുംബക്കാരും എന്റെ ബെഡിന്റെ ചുറ്റുമുണ്ട്. പക്ഷേ അവരാരും ഇത് കാണുന്നില്ല, അവരാരും ഇതറിയുന്നില്ല. ഞാനൊറ്റയ്ക്ക് കിടന്ന് അനുഭവിക്കുകയാണ്. എന്നിട്ടോ കുറെ മലക്കുകൾ പെട്ടെന്ന് വന്ന് അവരുടെ കയ്യിൽ ചുറ്റികകളാണ്, അവരുടെ കയ്യിൽ ചുറ്റികകളാണ്. നരകത്തിന്റെ ചൂടുള്ള ചുറ്റിക കൊണ്ട് എന്റെ മുഖത്ത് ഞാൻ ചെയ്തു പോലെ തെങ്ങാടിപ്പരപ്പിന്റെ പേര് എന്റെ മുഖത്തും എന്റെ പിറകുഭാഗത്തും അവരിങ്ങനെ അടിച്ചുകൊണ്ടിരുന്നു. എന്നിട്ട് കനൽ കട്ടയെന്ന് കിടത്തി നബിയേ, കനൽ കൊണ്ട് നിർമ്മിക്കപ്പെട്ട കട്ടയെന്ന് കിടത്തി നബിയേ. നിങ്ങളെ തബാറക്കല്ലടി ഓതലേ, റഹ്മാനോദലേ, യാസീനോദലേ, വാക്കിയാവോദലേ, സ്വലാത്ത് ചെല്ലലേ. ഇശാമകരുവിന്റെ ഇടയിലുള്ള സമയം സീരിയൽ കാണില്ലേ, സിനിമ കാണില്ലേ. അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി മക്കളെ വളർത്തിക്കോ. പലിശ കൊടുക്കല്ലേ, കള്ളു കുടിക്കല്ലേ, വ്യഭിചരിക്കല്ലേ. ആരംഭ റസൂലിന്റെ ശാപം കിട്ടിയാ പിന്നെ ജീവിതത്തിൽ മറക്കത്തില്ല, പിന്നെ ജീവിതത്തിൽ റഹ്മത്തില്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കാത്തിരക്ഷിക്കട്ടെ. ഈ മയ്യത്തായി പോയ തലയോട്ടി പറയുന്ന നബിയേ, എന്റെ മുഖവും എന്റെ പുറകുഭാഗവും അവരെന്നെ അടിച്ചവസാനം ഏറ്റവും വലിയ വേദനയിലൂടെ എന്റെ റൂഹിനെ അവർ വലിച്ചൂരി നബിയേ. എന്റെ റൂഹിനെ അവർ ആകാശത്തേക്ക് ഉയർത്തി. പക്ഷേ മലക്കുകൾ പറഞ്ഞില്ല, ഇവന്റെ റൂഹ് ഇവിടെ വേണ്ട, അവന്റെ റൂഹിനെ സ്വീകരിക്കൂല. അതിനെ ഹാദിക്കും ഈ കെട്ട വഴിയിൽ കെട്ട ആത്മാവിന്, ഈ നശിച്ചുപോയ ദുരാത്മാവിന്, പാവപ്പെട്ടവനെ ഊറ്റിക്കുടിച്ച ആത്മാവിന് ഒരിക്കലും ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞ് നരകത്തിന്റെ വാസസ്ഥലത്തേക്ക് അവരെ പറഞ്ഞു വിടാൻ എന്നോട് പറഞ്ഞു നബിയേ. എന്നിട്ട് ആ കബറിന്റെ അകത്ത് ഈസാ നബി ആ തലയോട്ടിയോട് ചോദിക്കുകയാ, നിന്റെ എല്ലാ കാര്യവും കേട്ടുകൊണ്ടിരിക്കാൻ എനിക്ക് കഴിയില്ല. നീ ഏറ്റവും അധികം ഭയന്ന രംഗത്തെക്കുറിച്ച് പറയോ, നീ ഏറ്റവും അധികം പേടിച്ച രംഗത്തെക്കുറിച്ച് പറയോ. ആ തലയോട്ടി പറയുന്ന മലക്കാ അലീമാ ലാ യുസഫാ ലാ യുസഫാ. പറയാൻ വാക്കുകളില്ലാത്ത മോശമായ രൂപത്തിലുള്ള രണ്ട് മലക്കുകൾ എന്റെ കബറിന്റെ അകത്തേക്ക് വന്നു നബിയേ. ഓരോരുത്തരുടെയും കയ്യിൽ ഇരുമ്പിന്റെ ദണ്ടുകളുണ്ടായിരുന്ന നബിയേ. ഒരടി ഒരടി എന്റെ തലയിലേക്ക് ഒരടി അടിക്കുമ്പോ ആകാശഭൂമികൾ തകർന്ന് തരിപ്പണമാകുന്ന പോലെ ഞാൻ ഭയന്നു പോയി നബിയേ, ഞാൻ ഭയന്നു പോയി നബിയേ. അവസാനം എന്റെ കബർ നിറച്ചു, പാമ്പും തേളുകളും കൊണ്ട് നിറച്ചു. അതിൽ വന്ന ഒരു മലക്ക് പറഞ്ഞു, ഇത് ഈ കബറിൽ നിന്ന് ഈ ശരീരത്തെ കൊണ്ടുപോയി, ഈ ആത്മാവിനെ കൊണ്ടുപോയി അവന്റെ വാസസ്ഥലമായ നരകമൊന്ന് കാണിച്ചു കൊടുക്കാൻ പറഞ്ഞു നബിയേ. അങ്ങനെ എന്നെ ആ മലക്കുകൾ കൊണ്ടുപോയി, എന്നെ ആ മലക്കുകൾ കൊണ്ടുപോയി. എന്നെ കൊണ്ടുപോയത് നരകത്തിന്റെ ഒന്നാമത്തെ കവാടത്തിലല്ല, രണ്ടാമത്തെ കവാടത്തിലല്ല, മൂന്നും നാലും കവാടത്തിലല്ല. എന്നെ കൊണ്ടുപോകുമ്പോ ആ കവാടങ്ങളൊക്കെ ഞാൻ കണ്ടു നബിയേ. അവിടെ ആള് കത്തിക്കൊണ്ടിരിക്കുന്ന
തീക്കുണ്ടാരങ്ങൾ ഞാൻ കണ്ടു നബിയെ, എനിക്ക് പേടിയായി നബിയെ. പക്ഷെ എന്നെ കൊണ്ടുപോയത് അതിനേക്കാൾ ഭയാനകരമായ കവാടത്തില. എന്നെ കൊണ്ടുപോയത് അതിനേക്കാൾ ഭയാനകരമായ കവാടത്തില. നരകത്തിന്റെ 5ാമത്തെ കവാടത്തിന് മുന്നിൽ ഒരു വലിയ വൃക്ഷം നിൽക്കുന്നു നബിയെ. അതിന് ദക്കൂമെന്നാ പേര് പറഞ്ഞിരിക്കുന്നത്. ആ വൃക്ഷത്തിന്റെ തോട്ടിൽ നിന്ന് കൊണ്ടുപോയി നബിയെ. ഞാൻ നോക്കുമ്പോ ആ വൃക്ഷത്തിന്റെ ശിഖരങ്ങളിൽ ഇലകളിൽ കൊമ്പുകളിലല്ല വലിയ നീളം കൂടിയ പുഴുക്കൾ ഇങ്ങനെ കിടക്കുകയാ. തീതുപ്പുന്ന പുഴുക്കളാ, കാണാൻ വൃത്തിയില്ലാത്ത പുഴുക്കളാ, കാണാൻ രസമില്ലാത്ത പുഴുക്കളാ, കാണാൻ ഉറപ്പ് വരുന്ന പുഴുക്കളാ. പേടിക്കണമെന്ന വേളാതൂരിലെ പെണ്ണ് പലിശയുടെ പണമെന്നിട്ട് ഭർത്താവ് അകത്തേക്ക് കയറ്റി വെക്കുമ്പോ അതുകൊണ്ട് ലോകം മുഴുവൻ കീഴക്കാതെന്ന് പറഞ്ഞ് ആസ്വദിക്കുന്ന പെണ്ണ്. ഐഹികന്റെ ചെരുപ്പിടാ, ശരീരം നിറച്ച് സ്വർണ്ണമിടാ, ഒരു സാരിക്ക് 60 ലക്ഷം രൂപ വില കൊടുക്കുന്ന സുന്ദരിയായി ചമഞ്ഞ് മലബാറിന്റെ തീരത്തിലൂടെ നടക്കാ എന്നൊക്കെ കൊതിക്കുന്ന പെങ്ങള്. പാവപ്പെട്ടവന്റെ മുന്നിൽ അഭിമാനത്തോടെ വലിയ മൊബൈലൊക്കെ വീട് വെച്ചുകൊണ്ട് വലിയ വാഹനത്തിന്റെ കത്ത് തേച്ചാ ചുളുങ്ങാത്ത വിലപിടിപ്പുള്ള വസ്ത്രവും ധരിച്ച് അഭിമാനത്തോടെ നെഞ്ചുവിരിച്ച് നടക്കാമെന്ന് കൊതിച്ച എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോ, ആ തലയോട്ട് ഈസാ നബിയോട് പറയുകയാ, പേടിച്ചു പോയി നബിയെ. അടുത്തു പോകാൻ തന്നെ പേടിയ, കാണാൻ തന്നെ പേടിയ, ഏറ്റവും വൃത്തികെട്ട പുഴുക്കാ നീളം കൂടിയ വദീദാനും ശിവാൻ. ആ വൃത്തികെട്ട പുഴുക്കൾ ഇങ്ങനെ നീണ്ടിങ്ങനെ ഉയർന്നു കിടക്കുമ്പോ അല്ലാഹുവേ, ഈസാ നബിയോട് ആ തലയോട്ട് പറയുകയാണ്, വൈദം നിരിതാനും സബാനയത്തിന്റെ മലക്കുകൾ പടക്കുതിര പോലെ കടന്നു വന്നിട്ട് അവിടെ നിൽക്കുന്ന മനുഷ്യരോട് പറയുന്നു, തിന്നണോ തിന്നണോ, യതീമിന്റെ സ്വത്ത് തിന്നവനോ, പാവപ്പെട്ടവന്റെ രക്തമൂറ്റി കുടിച്ച പലിശക്കാരോ, പാവപ്പെട്ടവന് വീടിനൊക്കെ പണം കൊടുത്തിട്ട് ഇരുന്ന നാണമില്ലാതെ അവന്റെ കഞ്ഞിക്കലം കഞ്ഞിട്ട് വാരിക്കുന്ന കുമ്പ വീർപ്പിച്ച പലിശക്കാരോ, തിന്നണോ തിന്നണോ, അങ്ങനെ തിന്നാൻ നിർബന്ധിച്ചു നബിയെ. എന്റെ കൈകാലുകൾ പിടിച്ചു നബിയെ, എന്റെ കാലിൽ വലിച്ചകത്ത് നബിയെ, എന്നെ കൊണ്ടുപോയി യാ റൂഹല്ലാ. എന്നിട്ട് ആ വലിയ പുഴുക്കളന്റെ വാക്യകത്തേക്ക്, ആ പുഴുക്കളന്റെ വാക്യകത്തേക്ക് വിശിട്ട് ചവക്കാൻ പറഞ്ഞു നബിയെ. അതിന്റെ ജീവിതത്തില് ഏറ്റവും വലിയ ഭയപ്പെടുത്തുന്ന സമയമാ. എനിക്ക് പേടിയാനബിയെ, ഇനി പറയാ കഴിയൂല നബിയെ എന്ന് പറഞ്ഞ് തലയോട്ടി ഒടിഞ്ഞു മാറുമ്പോ ഈസാ നബി അലൈഹിസ്സലാം പൊട്ടിക്കരഞ്ഞു പോയെന്ന് ചരിത്രം പറയുമ്പോ, ഇനി പലിശ വാങ്ങുവോ, ഇനി സ്വർണം പടയം വെക്കുവോ, ഇനി പലിശക്കാരന്റെ തോളത്ത് കൈയിടുവോ, ഇനി അവന്റെ വീട്ടിൽ പോയി കാവലനായ പോലെ അവനോടൊപ്പം കിടക്കുവോ, അവനെ മറക്കുവോ? ഒരു പലിശക്കാരും കേരളത്തിന്റെ ഒരു പള്ളി പ്രസിഡന്റ് ആവല്ലേ, ഒരു സെക്രട്ടറി ആവല്ലേ,